ചന്തുവിന് ഇതിനകത്തുള്ള ഉള്ളുകള്ളികൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യുവർ ഫുഡ്. അത് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ജഡ്ജിമാർക്കും അല്ലെങ്കിൽ പിന്നെ അഡ്വക്കേറ്റ്സിനും മാത്രം അറിയാവുന്ന സംഗതികളാണ്. ഈവൻ മീഡിയയ്ക്ക് പോലും അതിനെപ്പറ്റി പിടിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അതെ, ഐ എം കമ്മിങ് ടു ദാറ്റ്. അതായത് ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു 24 മണിക്കൂറിനകത്ത് ഇയാളെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. എത്ര ദിവസം, 15 ദിവസം പോലീസ് കസ്റ്റഡിയിലോട്ട് തന്നാലും അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വന്നാൽ ഇവരുടെയിലൊക്കെ ഭയങ്കര പൈസയാണ്. ദേ ആർ ഫിൽത്തി റിച്ച്, ഈ പെർപെട്രേറ്റേഴ്സ്, പിന്നെ കള്ളന്മാർ. അപ്പോൾ അവർക്ക് നല്ല പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാൻ ഇവിടെ നല്ല ലോയേഴ്സുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശപ്രകാരം ഇയാളുടെ ശരീരത്തെ തൊടുകയോ ഇയാളെ കണ്ണൊഴിപ്പിച്ച് പേടിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് വിളിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇത് നീ എന്നിട്ട് എന്തോ ചെയ്തു, നീ എവിടെ കൊണ്ടുപോയി സ്വർണം, എങ്ങനെയാണ് സ്വർണം ഉരുക്കിയത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയത്? അല്ലല്ല, അത് പറഞ്ഞാലേ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ ക്ലിയർ ആയിട്ട്. അതൊന്നും അല്ല. നമുക്ക് അറിയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന കാര്യം, മുൻ ദേവസ്വം ബോർഡിന്റെ ഉന്നതരെ 2 പേരെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. ഇതല്ലേ അതിന്റെ രീതി? എൻ്റെ ചന്തു, പിന്നെ അത് ഞങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള ചില സീക്രട്സാണ്. അത് എനിക്ക് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. അത് പ്രേക്ഷകർ അറിയട്ടെ ഇതാണ് ഇവിടെ നടക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, ആ 2 ADGP ആൻഡ് ശശിധരൻ ISP, ഇവർ 2 പേരുടെയും ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, കൂട്ടിലടച്ച തത്തയാണ് അവർ, തത്തകളാണ്.